And the truth of Narendra Modi is in the Epstein files. നരേന്ദ്രമോദിയുടെ സത്യം എന്ന് പറയുന്നത് ഉള്ളത് എപ്സ്റ്റീൻ ഫയലുകളിലാണ്. And the truth of Narendra Modi is in the Adani company. നരേന്ദ്രമോദിയുടെ സത്യമുള്ളത് അദാനിയുടെ കമ്പനിയിലാണ്. There must be many business people here. ഇവിടെ ഒരുപാട് വ്യവസായികളായ ആളുകൾ ഉണ്ടാവാം, ഇല്ലേ? I want to ask you one question. I want to ask you one question. In business, does anybody give something for nothing? ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യവും ഇല്ലാതെ നിങ്ങൾക്ക് ആരെങ്കിലും വ്യവസായത്തിൽ എന്തെങ്കിലും ചുമ്മാ തരുമോ, വെറുതെ തരുമോ? Never. ഇല്ല. Never, no? ഇല്ല, ഒരിക്കലും ഇല്ല, അല്ലേ? So, Adani must be giving something to the Prime Minister. അതുകൊണ്ട് അദാനി പ്രധാനമന്ത്രിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ടാവും, അല്ലേ? Pradhan Mantri is giving him airports, ports, cement, solar power, wind power, infrastructure, bridges, roads. So you think it is only one-way traffic? അദാനിക്ക് ഇവിടുത്തെ രാജ്യത്തെ തുറമുഖങ്ങൾ കൊടുക്കുന്നു, എയർപോർട്ടുകൾ കൊടുക്കുന്നു, അതുപോലെ തന്നെ സൗരോർജ്ജം കൊടുക്കുന്നു, മറ്റു പല അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം കൊടുക്കുന്നു. അത് ഒരു സൈഡിൽ കൊടുക്കുന്നതാണോ? First relationship in the universe where one side is giving everything and other side is giving nothing. നിങ്ങൾക്ക് പറയാൻ പറ്റൂ, ഈ പ്രപഞ്ചത്തിലെ ആകെ ഒരേ ഒരു ബന്ധമാണ്, ഒരു സൈഡിൽ നിന്ന് എല്ലാം അങ്ങോട്ട് കൊടുത്തോണ്ടിരിക്കുന്നു, മറ്റു സൈഡിൽ നിന്ന് ഒന്നും കൊടുക്കാത്ത ഒരു ബന്ധമാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? You think this is possible? അത് സാധ്യമാണെന്ന് ഇത് പറ്റും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? The truth is that Adani is not a normal company. സത്യം എന്ന് പറയുന്നത് അദാനിയുടേത് ഒരു സാധാരണ കമ്പനി അല്ല. Adani is the financial system of the BJP. അദാനി എന്ന് പറയുന്നത് ബിജെപിയുടെ സാമ്പത്തിക സംവിധാനമാണ് അദാനി എന്ന് പറയുന്നത്. Narendra Modi has taken the entire funding of the BJP and put it into Adani. നരേന്ദ്രമോദി ബിജെപിയുടെ മുഴുവൻ സമ്പത്തും ബിജെപിയുടെ മുഴുവൻ ഫണ്ടും എടുത്ത് അദാനിയിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. Adani is Modi and Modi is Adani. അദാനി എന്ന് പറയുന്നത് മോദിയാണ്, മോദി എന്ന് പറയുന്നത് അദാനിയാണ്. You should not be saying Adani and Modi, you should be saying Modani. നിങ്ങൾ അദാനി മോദി എന്ന് രണ്ടായിട്ട് പറയല്ലേ, നിങ്ങൾ പറയേണ്ടത് മോദാനി എന്നായിരിക്കണം. Now the thing is, most people in India do not understand this. കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. I understand this, you understand this. എനിക്കിത് മനസ്സിലാവും, നിങ്ങൾക്ക് മനസ്സിലാവും. And Donald Trump understands this. മറ്റൊരാൾ കൂടി ഡൊണാൾഡ് ട്രംപിനും ഇത് മനസ്സിലാവും. So that is why Narendra Modi calls Donald Trump sir. അതുകൊണ്ടാണ് നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിനെ സർ എന്ന് വിളിക്കുന്നത്. You look at Donald Trump's tweets. He has said in the tweet that Narendra Modi called me up and called me sir. ഡൊണാൾഡ് ട്രംപിന്റെ ട്വീറ്റുകൾ നിങ്ങൾ നോക്കണം. ആ ട്വീറ്റിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നരേന്ദ്രമോദി എന്നെ വിളിച്ചു, എന്നെ സർ എന്നാണ് വിളിച്ചതെന്ന്. And Narendra Modi knows. And Donald Trump says publicly that I will destroy Narendra Modi's career anytime I want. നരേന്ദ്രമോദിക്ക് അറിയാം. അത് മാത്രമല്ല, ഡൊണാൾഡ് ട്രംപ് പൊതുവെ പുറത്തു വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നരേന്ദ്രമോദിയുടെ കരിയർ, അദ്ദേഹത്തിന്റെ തൊഴിൽ രംഗം, രാഷ്ട്രീയം ഇല്ലാതാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. That is why Narendra Modi signed the US deal. അതുകൊണ്ടാണ് നരേന്ദ്രമോദി അമേരിക്കയുമായിട്ടുള്ള കരാർ ഒപ്പുവെച്ചത്. That is why he gave access of Indian agriculture to American farmers. അതുകൊണ്ടാണ് ഇന്ത്യൻ കാർഷിക മേഖലയിൽ അമേരിക്കയിലെ കർഷകർക്ക് പ്രവേശിക്കാനുള്ള അനുമതി നരേന്ദ്രമോദി നൽകിയത്. That is why he committed to Donald Trump that he will not buy oil from anybody who Donald Trump does not want. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് അനുവദിക്കാത്ത ആരുടെ കയ്യിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങിക്കില്ല എന്ന് ഡൊണാൾഡ് ട്രംപ്. Today India cannot buy oil from who it wants. ഇന്ത്യക്ക് ആരിൽ നിന്ന് എണ്ണ വാങ്ങിക്കണമോ അവരുടെ അടുത്ത് നിന്ന് എനിക്ക് എണ്ണ വാങ്ങിക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന്. Donald Trump will decide who India buys oil from. ആരുടെ കയ്യിൽ നിന്നാണോ ഇന്ത്യ എണ്ണ വാങ്ങിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് ആണ്. Because Donald Trump knows that if he releases the information on Adani, Modi is finished. കാരണം ഡൊണാൾഡ് ട്രംപിന് അറിയാം, അദാനിയെ കുറിച്ചുള്ള വിവരം ഡൊണാൾഡ് ട്രംപ് പുറത്തുവിട്ടാൽ നരേന്ദ്രമോദി ഇല്ലാതാകുമെന്ന് ഡൊണാൾഡ് ട്രംപിന് അറിയാം. And in America they have put a case on Adani. അമേരിക്കയിൽ അദാനിക്കെതിരെ ഒരു കേസും അവിടെ നിലവിലുണ്ട്. Criminal case. ക്രിമിനൽ കേസ് അവിടെ നിലവിലുണ്ട്. Adani cannot go to America, Adani cannot go to Europe. അദാനിക്ക് അമേരിക്കയിലേക്കും പോകാൻ പറ്റില്ല, യൂറോപ്പിലേക്കും പോകാൻ പറ്റില്ല. But the target is not Adani, the target is Modi. പക്ഷെ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അദാനി അല്ല, അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ്. So that is the nature of control in politics. രാഷ്ട്രീയത്തിൽ ഇതാണ്
രാഷ്ട്രീയത്തിലുള്ള നിയന്ത്രണത്തിന്റെ സ്വഭാവം ഇതാണ്. Modi gets disturbed by me because he has no control over me. മോദിക്ക് എന്നെ പറ്റി അസ്വസ്ഥതയാണ്, കാരണം മോദിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എന്നെ പറ്റി അസ്വസ്ഥത. Every day he gets up in the morning, every day he gets up in the morning and says, how can I control Rahul Gandhi? എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് അദ്ദേഹം ആലോചിക്കും, എനിക്ക് എങ്ങനെ രാഹുൽ ഗാന്ധിയെ നിയന്ത്രിക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹം ആലോചിക്കുന്നത്. And every day Rahul Gandhi controls his mind. എല്ലാ ദിവസവും പക്ഷേ രാഹുൽ ഗാന്ധിയാണ് അദ്ദേഹത്തിന്റെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. Congress party controls his mind. കോൺഗ്രസ് പാർട്ടിയാണ് മോദിയുടെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. So the same way Narendra Modi is controlled by Donald Trump, Chief Minister Kerala is controlled by Narendra Modi. എങ്ങനെയാണോ നരേന്ദ്രമോദിയെ ഡൊണാൾഡ് ട്രംപ് നിയന്ത്രിക്കുന്നത്, അതുപോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ മോദി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. The Kerala Chief Minister will attack Congress party 24 hours a day. കേരളത്തിലെ മുഖ്യമന്ത്രി കോൺഗ്രസ് പാർട്ടിയെ 24 മണിക്കൂറും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. BJP will attack Congress party 24 hours a day. അതുപോലെ BJP 24 മണിക്കൂറും കോൺഗ്രസ് പാർട്ടിയെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. Kerala Chief Minister will never attack BJP. BJP will never attack Kerala Chief Minister. കേരളത്തിലെ മുഖ്യമന്ത്രി ഒരിക്കലും BJP ആക്രമിക്കില്ല, അതുപോലെ BJP ഒരിക്കലും കേരളത്തിലെ മുഖ്യമന്ത്രിയെ ആക്രമിക്കില്ല. And now you ask any LDF leader, any LDF worker, that is LDF government actually a left government? നിങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏതെങ്കിലും പ്രവർത്തകരോട് ചോദിക്കുക, യഥാർത്ഥത്തിൽ ഇതൊരു ഇടതുപക്ഷ ഗവൺമെന്റ് ആണോ? If it is actually a left government, then why are rubber farmers suffering the way they are doing? ഇത് യഥാർത്ഥത്തിൽ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ആണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ നാട്ടിലെ റബ്ബർ കർഷകർക്ക് ഇത്ര കഷ്ടപ്പാടുണ്ടാവുന്നത്? Why are they not getting 250 rupees a kilo of rubber? എന്തുകൊണ്ടാണ് അവർക്ക് 1 കിലോ റബ്ബറിന് 280 രൂപ കിട്ടാത്തത്? Why has the LDF not maintained the promise they made 10 years ago? എന്തുകൊണ്ടാണ് 10 വർഷം മുമ്പ് LDF അവർക്ക് നൽകിയ വാഗ്ദാനം അവർ പാലിക്കാത്തത്? Our workers should ask this to LDF workers. നമ്മുടെ കോൺഗ്രസ് പ്രവർത്തകർ LDF പ്രവർത്തകരോട് ഈ ചോദ്യങ്ങൾ ചോദിക്കണം. And I'm sure that LDF workers themselves will tell you, actually, LDF government is not a left government, it's a corporate government. എനിക്ക് ഉറപ്പാണ് LDF പ്രവർത്തകർ, ഇടതുപക്ഷ ജനാധിപത്യ പ്രവർത്തകർ തന്നെ നിങ്ങളോട് പറയും, ഇതൊരു ഇടതുപക്ഷ ഗവൺമെന്റ് അല്ല, മറിച്ചൊരു മുതലാളിത്ത ഗവൺമെന്റ് ആണെന്ന് അവർ തന്നെ നിങ്ങളോട് പറയും. That's the truth. അതാണ് സത്യം. Now they are all confused. ഇപ്പൊ Even LDF workers are confused. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ തന്നെ ആശയക്കുഴപ്പത്തിലാണ്. Half of them are saying, we don't want this government. പകുതി പേര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ പറയാം, ഞങ്ങൾക്ക് ഈ ഗവൺമെന്റിനെ വേണ്ട എന്ന്. Because it does not support our ideology. കാരണം അത് ഞങ്ങളുടെ പ്രത്യയശാസ്ത്രത്തെ ഒരിക്കലും പിന്തുണയ്ക്കുന്ന ഗവൺമെന്റ് അല്ല ഇത്. Now, what is Congress and UDF saying? ഇപ്പോൾ നിങ്ങൾ നോക്കുക, എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDFും പറയുന്നത്? We are saying that we want to protect the people of Kerala. ഞങ്ങൾ പറയുന്നത് കേരളത്തിലെ ജനങ്ങളെ ഞങ്ങൾക്ക് സംരക്ഷിക്കണം. Doesn't matter who they are, what religion, what tradition, male, female, we want to protect them. കേരളത്തിലുള്ള മനുഷ്യർ ഏത് ജാതിയിലുള്ളവരായിക്കോട്ടെ, മതത്തിലുള്ളവരായിക്കൊള്ളട്ടെ, അവർ ഏത് പാരമ്പര്യമുള്ളവരായിക്കോട്ടെ, പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ, ആരായാലും കേരളത്തിലെ ജനങ്ങൾ. This little girl is sitting here, is standing here, and there's another one. Where's she gone? ഇവിടെ ഈ ചെറിയ പെൺകുട്ടി ഇവിടെ ഉണ്ട്, വേറൊരു പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നു, എവിടെ പോയി? കണ്ടോ? Where is she? There she is. There, yes. So we want them to have a great future. ഇവർക്ക് രണ്ടുപേർക്കും വളരെ മികച്ച മനോഹരമായ ഒരു ഭാവി ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. We want them to be comfortable in their state. അവരെങ്ങനെയാണ് അവരുടെ സംസ്ഥാനത്ത് അവർ സുഖകരമായിട്ട് ജീവിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. And we want them to do whatever they feel like doing. അവർക്ക് എന്ത് ചെയ്യാൻ ഇഷ്ടമുണ്ട്, ആഗ്രഹമുണ്ട്, അത് ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. If they want to start their own business, we want them to start their own business. അവർക്ക് അവരുടെ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവരത് ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. If they want to be a doctor, engineer, lawyer, whatever they want, we want them to do. അവർക്ക് ഡോക്ടർ ആവണോ, എഞ്ചിനീയർ ആവണോ, വക്കീലാവണോ, അവർക്ക് എന്താകണം അത് അവരാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. So our work starts with women. അതുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനം തുടങ്ങുന്നത് സ്ത്രീകളെ കുറിച്ചാണ്, സ്ത്രീകളിൽ നിന്ന് നിന്നുകൊണ്ടാണ്. Because we now look, the men have all gone silent. നിങ്ങൾ ഇപ്പൊ നോക്കി, ഇവിടെയുള്ള പുരുഷന്മാരെല്ലാരും നിശബ്ദരായിട്ടുണ്ട്. They're like, what is he saying now? അവരാലോചിക്കുക, എന്താണ് ഇദ്ദേഹം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ആലോചിക്കുകയാണ്. But it's true. Women are the foundation of Kerala. പക്ഷേ അത് ഞാൻ പറയുന്നത് സത്യമാണ്. കേരളത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് സ്ത്രീകളാണ്. And women are much more balanced, have a longer term vision.
സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒരു സമതുലിതാവസ്ഥയുണ്ട്, ദീർഘകാലത്തേക്ക് ചിന്തിക്കാനുള്ള കഴിവും അവർക്ക് കൂടുതലാണ്. It's true. അത് സത്യമാണ്. So the first thing we are going to do is every single woman in Kerala is going to travel free on Kerala buses. ഞങ്ങൾ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം കേരളത്തിലെ ഓരോ സ്ത്രീയും കേരളത്തിലെ KSRTC ബസ്സുകളിൽ സൗജന്യമായി യാത്ര ചെയ്യാൻ പോകുന്നു. And the second thing we are going to do is all college going girls, university going girls in Kerala are going to get 1,000 rupees a month from the government of Kerala. അത് മാത്രമല്ല കേരളത്തിലെ ഗവൺമെന്റ് കേരളത്തിൽ കോളേജിൽ പോകുന്ന സർവകലാശാലയിൽ പഠിക്കാൻ പോകുന്ന ഓരോ പെൺകുട്ടിക്കും ഓരോ മാസവും 1000 രൂപ വീതം നൽകാൻ പോവുകയാണ്. To make them understand that we believe in them, we believe they are the future of Kerala, and it is very important that they travel freely, are educated, and we support them. അത് എന്തുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ അവരിൽ വിശ്വസിക്കുന്നു, അവരാണ് കേരളത്തിന്റെ ഭാവി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവർക്ക് സ്വതന്ത്രമായി യാത്ര ചെയ്യണം, അതുപോലെ അവർക്ക് വിദ്യാഭ്യാസവുമായി മുൻപോട്ട് പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. For senior citizens, we are going to have a new ministry that is going to look after their interests. പ്രായമായവർക്ക് വേണ്ടി അവരെ സംരക്ഷിക്കാൻ വേണ്ടി അവരുടെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക മന്ത്രാലയം ഞങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. And we are going to increase their pension to 3,000 rupees. അത് മാത്രമല്ല ക്ഷേമ പെൻഷൻ ഞങ്ങൾ 3000 രൂപയായി വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. Now everybody over here sometimes has a relative, a friend who falls sick. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇവിടെയുള്ള ആരാണെങ്കിലും നമ്മുടെ ബന്ധുക്കളാവാം, സുഹൃത്തുക്കളാവാം, ചിലപ്പോൾ എല്ലാവർക്കും അസുഖം വരുന്ന ഒരു അവസ്ഥയുണ്ട്. Like I'm giving this speech here, my mother is in hospital. ഉദാഹരണത്തിന് ഞാനിവിടെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അമ്മ അവിടെ And ആശുപത്രിയിലാണ്. I am feeling comfortable here because Kerala nurse is looking after my mother there. ഞാനിവിടെ സ്വസ്ഥമായിരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് കാരണം എൻ്റെ അമ്മയെ അവിടെ മലയാളികളായ നഴ്സുമാർ നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. Right? And they are looking after my mother. They are kind, they are compassionate, they are gentle. അവരെൻ്റെ അമ്മയെ നോക്കുകയാണ്. അത് മാത്രമല്ല അവർ ദയയുള്ളവരാണ്, അവർ സഹാനുഭൂതിയുള്ളവരാണ്, അവർ വളരെ സൗഹൃദമായിട്ട് ഇടപെടുന്നവരാണ്. That is why I am comfortable over here. Otherwise I would not be comfortable. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ ഇവിടെ സമാധാനമായിട്ട് I would be wondering what is happening. Is my mother okay? So who is making me comfortable? The women of Kerala. ഞാനിവിടെ അല്ലെങ്കിൽ ആലോചിച്ചിരിക്കുക എൻ്റെ അമ്മ എന്താ ചെയ്യുന്നത്, അമ്മ ഓക്കെ ആണോ എന്നൊക്കെ ആലോചിച്ച് ഞാൻ ബുദ്ധിമുട്ടിരിക്കുക. പക്ഷെ എന്നെ ഇവിടെ ആരാണ് സ്വസ്ഥമായിട്ട് നിർത്തുന്നത്? അത് കേരളത്തിലെ സ്ത്രീകളാണ് ഇന്ന് എന്നെ ഇവിടെ സ്വസ്ഥമായി നിർത്തുന്നത്. They are looking after me right now while I am speaking. ഞാൻ ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ സ്ത്രീകളാണ്. So how can I not protect the women of Kerala? എനിക്ക് എങ്ങനെയാണ് കേരളത്തിലെ സ്ത്രീകളെ സംരക്ഷിക്കേണ്ട എന്ന് പറയാൻ കഴിയുന്നത്? Now everybody has somebody who falls sick. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ആരെങ്കിലുമൊക്കെ അസുഖമുള്ളവരുണ്ടാവാം. Rich people have no problem. They can go to a private hospital. പൈസയുള്ള ആളുകൾക്ക് ഒരു പ്രശ്നമില്ല, കാരണം അവർക്ക് സ്വകാര്യ ആശുപത്രികളിൽ പോവാം. But if you are poor or you don't have so much money, it can become catastrophic. നിങ്ങൾക്ക് പൈസ ഇല്ല, നിങ്ങൾ ദരിദ്രരാണ്, നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പൈസ ഇല്ല, അതൊരു വലിയ ദുരന്തമാകാം വീട്ടിൽ ആർക്കെങ്കിലും ഒരു അസുഖം വന്നാൽ. How many families have been destroyed because of an operation, because of a heart problem, because of cancer? ക്യാൻസർ വന്നിട്ട് അല്ലെങ്കിൽ ഒരു ഹൃദയ സംബന്ധമായ അസുഖം വന്നിട്ട് ഒരു ഓപ്പറേഷൻ വന്നിട്ട് എത്ര കുടുംബങ്ങളാണ് ഇല്ലാതായിട്ടുള്ളത്? How many people are worried because somebody in their family has fallen sick? എത്ര പേര് വിഷമിച്ചിരിക്കുകയാണ് വീട്ടിൽ ആർക്കെങ്കിലും അസുഖമുണ്ടെന്നുള്ളൊരു സാഹചര്യം ഓർത്ത്. So we want to erase that worry. ആ ഒരു വിഷമം നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഇല്ലാതാക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. And the way we are going to erase that worry is with the Ummanchandi Health Insurance Scheme. ഞങ്ങൾ നിങ്ങളുടെ ആ വിഷമം ഇല്ലാതാക്കാൻ പോകുന്നത് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് സംവിധാനത്തിലൂടെയാണ്. And what is the scheme? It's very simple. Every family will get 25 lakh rupees healthcare cover for when they're sick. ആ പദ്ധതി എന്താണ്? എല്ലാ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷയാണ് ശ്രീ ഉമ്മൻചാണ്ടി ആരോഗ്യ പരിരക്ഷയിലൂടെ ഞങ്ങൾ ഉറപ്പാക്കുന്നത്. So when you fall sick, whether it is heart problem, stomach problem, fracture, whatever it is, the state of Kerala is going to guarantee your family 25 lakh rupees for treatment.